ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ത് പറയണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അരി വാങ്ങാൻ പോലുള്ള കാശില്ല. എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമ്മൾ 2 വർഷത്തിന് മുന്നെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. പക്ഷേ ഈ 1 വർഷമാണ് നമ്മൾ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമേ അറിയാലോ, നമ്മൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടായിരിക്കാം യൂട്യൂബിലേക്ക് വരുന്നതും എല്ലാം അല്ലേ. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒത്തിരി പ്രതീക്ഷകൾ വെച്ചിട്ടാണ് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അറിയാലോ, എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഇപ്പോൾ എനിക്ക് പുറത്ത് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റിയിട്ടുള്ള സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഇൻകം വേണമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് എന്നുള്ള ഒരു ഇതിൽ ഞാൻ മുന്നോട്ട് യൂട്യൂബിലേക്ക് വന്നത്. പിന്നെ എനിക്ക് ഫേസൊക്കെ കാണിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ മറിഞ്ഞിരിക്കുന്നത്? ഞാൻ മറിഞ്ഞിരുന്നതിൻ്റെ വോയിസ് മാത്രം കേട്ടാൽ പോരല്ലോ, എൻ്റെ ഫേസും കൂടി കാണിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫേസും കൂടി കാണിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ തുടക്കം മുതലേ വ്യൂസ് കമ്മിയായിരുന്നു. ഇപ്പോഴും വ്യൂസ് കുറച്ച് കൂടുന്നെങ്കിൽ പോലും കമ്മി തന്നെയാണ് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു നല്ല നല്ല ക്യാമറ, ഒരുപാട് നല്ല അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിലാണ് ആളുകൾ അധികം നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവരുടെ വീഡിയോസൊന്നും ആരും കാണില്ല, സ്കിപ്പ് അടിച്ചിട്ട് പോകും. അതിന് ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെടണ്ടേ, അവർക്കും കൂടി നമ്മൾ ഇഷ്ടപ്പെടണ്ടേ. പക്ഷെ നമ്മുടെ അവസ്ഥ കാരണമാണ് നമ്മൾ ഈ ഒരു ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതും. ക്യാമറയോ അതായത് ലൈറ്റോ കാര്യങ്ങളോ സെറ്റപ്പ് ഒന്നുമില്ല, ട്രൈപോഡ് പോലും ഇല്ല. ഞാൻ ചിലപ്പോൾ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറ്. അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി മുന്നോട്ട് എനിക്ക് യൂട്യൂബിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമായിരിക്കും. കിട്ടുമെന്ന് അറിയത്തില്ല ഗായ്സ്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അറിയാലോ നിങ്ങൾക്ക്, യൂട്യൂബിൽ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 1000 വാച്ചവേഴ്സും 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടത്. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കാര്യം ഞാൻ മുന്നേ ഗെയിൻ ചെയ്തെടുത്തു. പക്ഷേ ഈ 4000 വാച്ചവർക്ക് എനിക്ക് അങ്ങ് എത്താൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീഡിയോ ആൾക്കാർ കണ്ടാൽ മാത്രമല്ലേ നമുക്കതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതുവരെ അത് എത്തിയിട്ടില്ല. ഒത്തിരി ആളുകൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൾ ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് യൂട്യൂബ് തുടങ്ങിയ ഉടനെ എങ്ങനെയാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുക? ലക്ഷങ്ങൾ പോയിട്ട് വീട്ടിലേക്ക് അരി വാങ്ങാനുള്ള പൈസ പോലും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതാണ് ഞാൻ തമ്മിലായി കൊടുത്തത്. വീട്ടിലേക്ക് അരി വാങ്ങാൻ പോലുള്ള കാശില്ല. അതിനുള്ള കാശ് പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല, 1 രൂപ പോലും. എന്തായാലും ഞാൻ കിട്ടിയത് നിങ്ങൾ എന്തായാലും ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിപ്പോൾ 2 പിള്ളേരെ വെച്ചിട്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം. എനിക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇതിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ആകെ 48 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കും, ഞാൻ തന്നെ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യാണ്. ഡെയിലി ഒരു 2 GB 1.5 GB ഒക്കെ നെറ്റ് ചുമ്മാ കളയില്ല. അപ്പോൾ പിന്നെ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പോലും ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് 4 മണിക്കൂറൊക്കെയാണ് വേണ്ടത് ഗൈസ്. കാരണം ഇവിടെ നെറ്റ് പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവർ അധികം അവർക്ക് ചുമ്മാ ഇരുന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ പോലെ ആ ഒരു ഇതുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വശങ്ങളുണ്ട് ഗൈസ്. വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേരിക്കൽ നമ്മളോട് ഒരു പുച്ഛാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുമ്പോഴേ. ഇതിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇതിനും വേണം ഒരു കഴിവ് എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും മുന്നോട്ട്. ഞാൻ ഒരിക്കലും തളരില്ല ഗൈസ്. കാരണം ഒരുപാട് ജീവിതത്തിൽ തളർന്ന ഒരാളാണ് ഞാൻ. പല കാര്യങ്ങളിലും ഞാൻ തളർന്ന ആളാണ്. പല കാര്യത്തിലും ഞാൻ വെറും സീറോ. ഞാൻ ഒരിക്കലും വലിയൊരു സംഭവമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറും ഒരു സീറോ. 2 കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നു, അതിലൊന്നും അല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറും സീറോ ആണ്. അതിനുള്ള റീസൺ എന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ വാടക വീട്ടിലാണ്.
അപ്പോൾ 2 കുഞ്ഞുങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. പ്രസവം കഴിഞ്ഞിട്ട് ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ അത് വലിയ ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ല. കാരണം പണ്ടത്തെ കാലഘട്ടങ്ങളല്ലല്ലോ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ പോലും നമുക്ക് എഴുന്നേറ്റ് പണിയെടുക്കാൻ പറ്റും. കാരണം നോർമൽ പ്രസവമായിരുന്നു. പക്ഷേ 2 കുഞ്ഞുങ്ങൾ മാനേജ് ചെയ്യേണ്ട കാര്യം ഇച്ചിരി പണി തന്നെയാണ്. കാരണം ഒരാൾ ഉറങ്ങുമ്പോഴാണ് മറ്റൊരാൾ എഴുന്നേറ്റിരിക്കും, വേറൊരാൾ ഉറങ്ങുമ്പോൾ വേറൊരാൾ എഴുന്നേറ്റിരിക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പൈസ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരാൾ മാത്രം ജോലിക്ക് പോകുന്നതിന് കാര്യമില്ലല്ലോ. അതായത് നമുക്ക് കൂടി എന്തെങ്കിലും ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അത് അവർക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് വീട്ടിൽ ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോയിട്ട് കാര്യമില്ല. കാരണം വീട്ടിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നതിൻ്റെ മുന്നേ തന്നെ 2 കുഞ്ഞുങ്ങളായി പോയി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം, അവരെ കാര്യങ്ങൾ നോക്കണം, കൂടെ നമ്മുടെ കാര്യങ്ങൾ നോക്കണം, ഒരു പുതിയ വീട് വെക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാഗ്രഹം എനിക്ക് നടത്തിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം മുന്നോട്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എന്തായാലും തുണ വേണം ഗൈസ്. അപ്പോൾ എന്തായാലും വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും